കോൺട്രാക്ടർ ലോബി അതൊരു മാഫിയയാണ്. അത് വർക്കുണ്ടാക്കുക, വർക്ക് കൊടുക്കുക, അതിന് പണം ദുരുപയോഗം ചെയ്യുക. ഞാൻ ഒരു സെക്കൻഡ്. റാണി ചിത്തിര മാർത്താണ്ഡം കായൽ അനേക വർഷങ്ങളായിട്ട് കൃഷിയില്ലാതെ കിടക്കണം. കക്ക എടുത്ത് അത് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ അരിയിൽ കൊണ്ടുപോയി ഈ സാറ് പറഞ്ഞ 135, എൻ്റെ പക്ഷം 165 കോടി രൂപയുടെ 75% അവിടെയാണ് കല്ലുകെട്ടി തീർത്തത്. അതെ, ബാക്കി 25% മറ്റത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ചത്. പക്ഷേ അങ്ങനെ ആ കാശ് ദുർവിനിയോഗം ചെയ്തവർ ഇവിടെ എന്ത് പ്രയോജനം ചെയ്തു? രണ്ടാമത്തെ വിഷയം, ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസം. വെള്ളപ്പൊക്കം ഈ കണ്ട കഷ്ടപ്പാടെല്ലാം ചെയ്തിട്ട് ഇത്ര അടി വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഷട്ടർ തുറന്നു കൊടുക്കുന്ന വ്യവസ്ഥയില്ലേ? അവിടെ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കണ്ടേ? ദ്രവിച്ച് തുരുമ്പിച്ച് നാശമായിരിക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേ. ഞാൻ തണ്ണീർമുക്കത്തുകാരനാണ്. തണ്ണീർമുക്കത്തെ ബണ്ടിൻ്റെ ഷട്ടേഴ്സ് മുഴുവൻ ദ്രവിച്ചതാണ്. അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ആരോപണമാണ് വെള്ളം കയറ്റണമെന്ന് പറയും. വെള്ളം അവരൊന്നും കയറ്റേണ്ട, ചുമ്മായി വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഒരു വെള്ളം ദാ ഇപ്പോൾ ഈ വരുന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൂടി ദാ വരുന്നു തുലാവേലിയേറ്റം. ഞങ്ങളുടെയൊക്കെ മലയാള ഭാഷ പറയുന്നത് തുലാ വേലിയേറ്റം, അത് കഴിഞ്ഞാൽ വൃശ്ചിക വേലിയേറ്റം. ഇത് രണ്ടും ഒരു കുട്ടാണ് വരുന്നത്. വടക്കേ കായലിൽ ഒരു കെറ്റിയായിട്ട് വരും. ഈ ഒരു കുട്ടനാട്ടിലോട്ട് വരാൻ ഇനി 2 മാസം മതി. അവിടെ യാതൊരു ഷട്ടർ റിപ്പയർ ചെയ്തിട്ടില്ല. സ്റ്റീൽ ഷട്ടേഴ്സ് വേണം, കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനം വേണം. ഇതെല്ലാം പറഞ്ഞെങ്കിലും അവിടെ ആ തേർഡ് സ്റ്റേജ് വർക്ക് പൂർത്തിയാക്കണം. തേർഡ് സ്റ്റേജ് വർക്കിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. തേർഡ് സ്റ്റേജ് വർക്ക് പൂർത്തിയാക്കുന്നത് മുഴുവൻ ഷട്ടേഴ്സ് ഇടാനാണ് അന്ന് സംവിധാനം ഉണ്ടാക്കിയിരുന്നത്. അത് ഇന്ന് കൊല്ലം എത്ര 58 ഞങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റമുണ്ട് കൊടുത്ത് നടക്കുന്ന കാലത്ത് വി കെ കൃഷ്ണമേനോൻ തറക്കല്ലിട്ടതാണ്. 58 പോലും കൊല്ലം എത്രയായിന്ന് ഇതുവരെ ഈ കാര്യം എന്തെങ്കിലും ബഹളം ഉണ്ടായി കഴിയുമ്പോൾ 1-2 നടപടികളും കാര്യങ്ങളും ഉണ്ടാകും. വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള പരിപാടികൾ ഉണ്ടാവണമെന്നുള്ള പല ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കും. KG പത്മകുമാർ സാർ പറഞ്ഞത് ജലസംഭരണം ആവശ്യമാണ്, കൃഷിക്ക് ആവശ്യമാണ്. പക്ഷേ ജനങ്ങളെ കൊന്നിട്ടൊക്കെ സംഭരണം പറ്റുമോ? അപ്പോൾ വെള്ളം കാലാകാലങ്ങളിൽ നിയന്ത്രിക്കത്തക്ക വിധത്തിൽ സംവിധാനം ഉണ്ടാകണം. ഈ സലൈനിറ്റി കൂടുന്നതനുസരിച്ച് ഷട്ടർ ഓട്ടോമാറ്റിക്കലായിട്ട് വീഴണം. ഇതെല്ലാം ആധുനിക സംവിധാനങ്ങൾ. പാനലിസ്റ്റ് മറുപടി പറയാനുള്ള സമയം കൂടെ കൊടുക്കണം, അത് കഴിഞ്ഞ് വരാം. ഡോക്ടർ ലീനാകുമാരി, നിർഭാഗ്യവശാൽ ഡോക്ടർ ലീനാകുമാരി മാത്രമേ ഇപ്പോൾ സജീവമായി ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഇതിനോടൊപ്പം ഉള്ളൂ. ഇപ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ വിഭാഗം മാത്രമാണ്. ഉദ്യോഗസ്ഥരുമായി എനിക്ക് ബന്ധമില്ല. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരെയും നമ്മൾ പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ ഒരു അല്ല ഞാനൊരു തമാശയായിട്ട് പറയാണ്. ഈ കുട്ടനാട് പാക്കേജ് ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണ്. ഈ ചർച്ച ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണെന്ന് പോലും ഞാൻ പറയാം. കാരണം അതിൽ ആവശ്യമായി ഉത്തരം പറയേണ്ട ആൾക്കാരെ ഒന്നും ഉൾപ്പെടുത്താതെ നമ്മൾ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതിൽ എഞ്ചിനീയർമാരുണ്ട്. എന്തുകൊണ്ട് അവർ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി? അവർക്ക് എന്തുകൊണ്ട് പ്രയോറിറ്റി നിശ്ചയിച്ചപ്പോൾ എന്തുകൊണ്ട് കൃഷിയില്ലാത്ത റാണി ചിത്തിര മാർത്താണ്ഡം കായൽ ആദ്യം സെലക്ട് ചെയ്യാൻ എന്താണ് കാരണം? അതിനൊക്കെ അവർ ഉത്തരം പറയണ്ടേ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കലാണ് ഞങ്ങളുടെ ധർമ്മം. ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞ വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വികലമായ വികസന സങ്കല്പം, വികസന നയങ്ങൾ, അതിന് സ്വന്തമായ അഴിമതി, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവിടെ മാഡം ഈ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ ആശങ്ക, അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഒരു ദുഃഖം നമ്മളൊന്ന് ആലോചിച്ച് സ്വയം ഒന്ന് ആലോചിക്കും. ലജ്ജിക്കാനല്ലേ കഴിയുള്ളൂ. ഏത് വികസനങ്ങൾ, ഏത് സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുള്ളത്? 25 കൊല്ലത്തിന് ശേഷം റിട്ടയർ ചെയ്തതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഈ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്ത് നീതിയാണ് ഈ സമൂഹത്തോട് പുലർത്തുന്നത്? നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ നേരത്തെ ഇവിടെ പലരും പറഞ്ഞ പോലെ ഒരു എസ്റ്റിമേറ്റ് തുകയുടെ എത്ര ശതമാനമാണ് നമ്മുടെ റോഡിലായാലും കായലിലായാലും നിലത്തിലായാലും വിനിയോഗിക്കുന്നത്? ഈ സബ്സിഡി എന്ന് പറയുന്ന ആനുകൂല്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ എത്ര കൊല്ലം മുമ്പ് നിങ്ങളെല്ലാം 5 നദിയുടെ കഥ പറഞ്ഞു. ഈ 5 നദി നേരത്തെ ഇല്ലായിരുന്നോ? 5 നദി നേരത്തെ ഈ കുട്ടനാട് വേമ്പനാട്ട് കായലിലും കുട്ടനാട് ഒഴുകിയെത്ത സ്ഥലങ്ങളല്ലേ? അവിടെ പൊന്നു വിളയിച്ച സ്ഥലമല്ലേ? ഒരു സബ്സിഡിയും ഒന്നുമില്ലാതെ പൊന്നു വിളയിച്ച കർഷകരായ സുഹൃത്തുക്കളുടെ പിൻതലമുറക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവരെല്ലാം ചെയ്ത് അത്ര മഹത്തരമായ ഒരു സമൂഹത്തെ നേരത്തെ നമ്മുടെ കോൺട്രാക്ടർ അസോസിയേഷൻ്റെ ഭാരവാഹി പറഞ്ഞു, റോഡുകളാണ് ഇല്ലെങ്കിൽ അവിടെ കൃഷി നടക്കില്ലെന്ന്. അവിടെ സ്വാമിനാഥൻ കമ്മീഷൻ അടക്കമുള്ള മഹത്തായ ആളുകളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടനാട്ടിലെ അനാവശ്യമായ അശാസ്ത്രീയമായ വികസനമാണ് കുട്ടനാടിൻ്റെ ശാപം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്ത് പഠനമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ സമൂഹത്തിന്? ഈ സമൂഹത്തിൻ്റെ ശാപമായിട്ട് നമ്മുടെ ബ്യൂറോക്രസിയും രാഷ്ട്രീയ മേധാവിത്വം ചിലരെങ്കിലും കൂട്ടുന്നതുകൊണ്ട് ഈ സമൂഹത്തെ വഞ്ചിക്കുകയാണ്. ഇത് ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ പശ്ചാത്തലത്തിൽ കേൾക്കുന്നതും അത്തരം ചോദ്യങ്ങളുടെ ആശങ്കകളാണ്. ആ ആശങ്കകൾക്ക് വൈകാരികമായ അനുഭവങ്ങളുമുണ്ട്. ചൂടേറിയ ഈ ചർച്ച ഞങ്ങൾ തിരിച്ചു വരുന്നു. ഓർമ്മിപ്പിക്കട്ടെ, ഈ ചർച്ച ഞങ്ങളുടെ ചാനലിന് ഒരു നേർച്ചയല്ല. തിരിച്ചു വരാം. ഈ സോളാർ പദ്ധതിയേക്കാൾ എന്തുകൊണ്ടും വളരെ ഗുരുതരമായ വിഷയം തന്നെയായിരുന്നില്ലേ കുട്ടനാട് പാക്കേജ്? അതായിരുന്നില്ലേ കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ആത്മാർത്ഥമായി? ഈ കുട്ടനാട് പാക്കേജിന് തന്നെ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ ബേസിക് പ്രശ്നം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണുന്ന അതേ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നടക്കുന്നത്.
തിരിച്ചു വരാം കേരള സമ്മിറ്റിലേക്ക്. നമ്മൾ ചർച്ച ചെയ്യുന്നു വീണ്ടെടുക്കാനാകുമോ കുട്ടനാടിനെ. ശ്രീ റോയ് മാത്യു, മാധ്യമങ്ങൾ ഈ കുട്ടനാട് പാക്കേജിനെ എത്രത്തോളം കൈകാര്യം ചെയ്തിട്ടുണ്ട്? മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ. കുട്ടനാട് പാക്കേജിൻ്റെ കാര്യത്തിൽ ഈ അടിയന്തര ഘട്ടം അല്ലെങ്കിൽ സമാപിക്കാൻ പോകുന്ന ഡെഡ് ലൈൻ അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഏറെക്കാലമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രമാണ് ദ ഹിന്ദു. ബാക്കി പത്രങ്ങൾ എത്രത്തോളം അല്ലെങ്കിൽ ബാക്കി മാധ്യമങ്ങൾ എത്രത്തോളം ഇതിൽ കാണിച്ചിട്ടുണ്ട്? മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊരു കടുത്ത അനാസ്ഥ ഈ കാര്യത്തിൽ വന്നിട്ടില്ലേ ഇതിനോടൊപ്പം ചേർത്തുകൊണ്ട്? അല്ല, മാധ്യമങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ബാധ്യസ്ഥരായവരാണ്. പല പത്രങ്ങളും കുട്ടനാട് പാക്കേജിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതില്ല എന്ന് പറയാനൊക്കില്ല. ഒരുപക്ഷെ അത് ഡിസേർവ് ചെയ്യുന്ന അത്രയും ഒരുപക്ഷെ എഴുതിയിട്ടില്ലായിരിക്കാം. അതുപോലെ തന്നെയാണ് ഇടുക്കി പാക്കേജിൻ്റെ കാര്യം. അവിടെ റോഡാണ് ഇഷ്യൂ, റോഡാണ് അതിലെ മെയിൻ കമ്പോണൻറ്റ്. ഇവിടെ ബണ്ടും ഈ സോളാർ പദ്ധതിയേക്കാൾ എന്തുകൊണ്ടും വളരെ ഗുരുതരമായ വിഷയം തന്നെയായിരുന്നില്ലേ കുട്ടനാട് പാക്കേജ്? അതായിരുന്നില്ലേ കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ആത്മാർത്ഥമായി? അതെ, അതിൽ സംശയമൊന്നുമില്ല. ഇതാണ് റിയൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ. സോളാർ ഇഷ്യൂ പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ കറപ്ഷൻ ഇൻവോൾവ് ആണ്. പൊളിറ്റിക്കൽ കറപ്ഷനും മൊറാലിറ്റി ഇല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഭരണം ഇതുപോലെ ആവും. അതുകൊണ്ടാണ് ഇവിടെ ഈ കുട്ടനാട് പാക്കേജിന് തന്നെ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ ബേസിക് പ്രശ്നം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണുന്ന അതേ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നടക്കുന്നത്. റൈറ്റ്, ഇറ്റ്സ് എ വെരി ഗുഡ് ഒബ്സർവേഷൻ. വരുന്നു ഡോക്ടർ ലീന കുമാരി, എത്രമാത്രം ഗവേഷണം കർഷകരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കുട്ടനാട്ടിൽ? സോയിലിൻ്റെ ക്വാളിറ്റി, മണ്ണിൻ്റെ ക്വാളിറ്റി, നെല്ല് സംഭരിക്കുന്നതുമായി സംബന്ധിച്ചുള്ള സംഭവങ്ങൾ, ഓരോ വിവിധ ഘട്ടത്തിൽ ഏജൻസികളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുണ്ട് കുട്ടനാട്ടിൽ. ഈ സോയിൽ സർവേ അടക്കമുള്ള സംഭവങ്ങൾ, ഇതിൽ എത്രമാത്രം കർഷകർ നിങ്ങളുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി കൃഷി ഇറക്കുന്നുണ്ട്? അത് എങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്? സംവിധാനം വല്ലതുമുണ്ടോ? ഇന്ന് കുട്ടനാട്ടിലെ കൃഷി ഇത്രയെങ്കിലും, കുട്ടനാട്ടിൽ ഇന്ന് നെൽകൃഷി ലാഭകരമല്ല എന്ന് പറയുന്നവർ ചുരുക്കമാണ് എനിക്ക് തോന്നുന്നു. അത് ആ കൃഷി ലാഭകരമാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ആ രംഗത്ത് നടന്ന ഗവേഷണങ്ങൾ തന്നെയാണ്. ഇന്ന് കുട്ടനാട്ടിന് അനുയോജ്യമായ, ഈ റിപ്പോർട്ടിലും അത് സൂചിപ്പിക്കുന്നുണ്ട്, അനുയോജ്യമായ ഇനങ്ങൾ ഉരുത്തിരിച്ചെടുത്ത് കൊടുക്കുന്നതിനും കുട്ടനാട്ടിൻ്റെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നിർണ്ണയിക്കുന്നതിനും നമ്മൾ ഓരോ പാടശേഖരത്തെയും മണ്ണ് പരിശോധിച്ച്, അത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമല്ല, ഞാൻ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ പ്ലാനിംഗ് ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ സോയിൽ ഫെർട്ടിലിറ്റി മാപ്പിംഗ് നടത്തി കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്, ഏതൊക്കെ മൂലകങ്ങൾ മണ്ണിലുണ്ട്, ഏതൊക്കെ മൂലകങ്ങളുടെ കുറവുണ്ട്, ഏതൊക്കെ മൂലകങ്ങൾ കൂടുതലുണ്ട് എന്ന് കണ്ട് കർഷകർക്ക് സോയിൽ ഫെർട്ടിലിറ്റി കാർഡ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചില മൂലകങ്ങൾ, പ്രത്യേകിച്ചും മൈനർ ന്യൂട്രിയൻസ് എന്ന് പറയും, അതായത് സൂക്ഷ്മ മൂലകങ്ങൾ ഓരോ പാടത്തു നിന്നും എടുക്കേണ്ടതില്ല. അത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ എടുത്തിട്ട് ഏതൊക്കെ പാടങ്ങളിലാണ് ഏതെങ്കിലും മൂലകങ്ങളുടെ കുറവുള്ളത്, ഏത് മൂലകങ്ങൾ കൂടുതലുള്ളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ടോ നമ്മുടെ കർഷകർ? ഇതിനെ നമ്മൾ അഡ്വൈസറി ചെയ്യപ്പെടുന്നില്ല. ഗവേഷണ ഫലങ്ങളായിട്ട് നമുക്ക് നല്ല നെൽവിത്തുകൾ ഉണ്ടായിട്ടുണ്ട്, ആ വിത്തുകൾ ഉപയോഗിക്കുന്നുണ്ട്, വിളവ് വർധനവും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കർഷക തൊഴിലാളികൾക്കും ആ ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നേരിട്ട് അങ്ങോട്ട് കൊടുക്കുകയല്ല, ഒരു ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി ഇറ്റ്സെൽഫ് ഗീവ്സ് ദ ഡെവലപ്മെന്റ്സ് ഓൾ ഓവർ ദ കൺട്രി. അങ്ങനെ കിട്ടുന്ന ആ ഗുണങ്ങൾ എല്ലാ കർഷക തൊഴിലാളികൾക്കും, എനിക്കും, ഞാൻ വ്യാപാരിയോ വ്യവസായിയോ കച്ചവട കൃഷിക്കാരനും എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗവേഷണത്തിന്റെ ഫലം കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഗവേഷണത്തിന്റെ ഫലം നേരിട്ട് കൃഷിക്കാർക്ക് കിട്ടണമെങ്കിൽ അവരുടേതായ ചാനലുകൾ തുറന്നു കൊടുക്കണം, അവർക്ക് അതിന്റെ പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ എത്തിച്ചു കൊടുക്കണം, അതിന്റെ ഫലങ്ങൾ അവർക്ക് കിട്ടത്തക്ക വിധത്തിൽ എത്തിച്ചു കൊടുക്കണം. ഉദാഹരണം, ഇപ്പം ഗവേഷണത്തിന്റെ ഫലമാണ് കൊയ്ത്തുമതി യന്ത്രം നമ്മുടെ ഇവിടെ കണ്ടുപിടിച്ചാൽ തമിഴ്നാട്ടുകാരൻ. നമ്മൾ പണ്ട് തലമുടി വെട്ടുകാരൻ വരുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് വെട്ടുമ്പോഴത്തേക്ക് ഈ തലമുടി എറ്റിങ്ങോട്ട് വീഴുക. ഇതേ മെക്കാനിസം തന്നെയാണ് ഈ യന്ത്രം അങ്ങോട്ട് ചെന്ന് ഇത് വളച്ചു കൂട്ടിച്ചെത്തി അപ്പുറത്തോട്ട് ചെന്ന് മെതിച്ച് ഇപ്പുറത്തോട്ട് തന്നെ വളച്ചു കൂട്ടിച്ചെത്തി ഇപ്പുറത്തോട്ട് മെതിച്ച് ഒരു പള്ളയിലാക്കിയത് അപ്പുറത്തോട്ട് ചൊരിഞ്ഞിട്ട് തരിക. അത്യുത്തമമാണ്. 300 യന്ത്രങ്ങൾ വേണം നിർബന്ധമാണ് കുട്ടനാട്ടിൽ എന്ന് പറഞ്ഞ് സ്വാമിനാഥ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി. 150 യന്ത്രങ്ങളോളം കട്ടിച്ച് അവിടെ ഇവിടെ കൊണ്ടുവന്നു. 100 എണ്ണം പോലും ഫീൽഡിലില്ല. ബാക്കി റിപ്പയർ, പണ്ടത്തി കിടപ്പ്, അവിടെ കിടപ്പ്, ഇവിടെ കിടപ്പ് ചെയ്തു, എവിടെ കിടപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇതിനോട് ഉത്തരവാദിത്വമില്ലാത്തത്, സത്യസന്ധമല്ലാത്തതും ആയ ചിന്തകൾ ഈ ഉദ്യോഗസ്ഥ വിഭാഗത്തെ ബാധിച്ചിരിക്കുകയും അവരെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോസ്പെരിറ്റി കൗൺസിലോ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു കൗൺസിലും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ഇത് വാന കെട്ടിയ വാണിം പോലെ തോന്നിവാസം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ജനത്തിന് പ്രയോജനം ചെയ്യുന്നത്.
വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയാനുള്ളത്. സാറേ, കുട്ടനാട്ടിലെ നെൽകൃഷിയാണ് കുട്ടനാടൻ ജനതയുടെ, അതായത് റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട വേമ്പനാടിൻ്റെ ഭാഗമായ കുട്ടനാടിൻ്റെ ആ ജനതയുടെ പ്രധാന വരുമാന മാർഗമാണ് നെൽകൃഷി. പക്ഷേ അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളത് മത്സ്യസമ്പത്ത്. ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഉപജീവന മാർഗമായി സ്വീകരിക്കുന്ന ഒന്ന് മത്സ്യസമ്പത്താണ്. ഈ മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുന്ന ചില നടപടികൾ ഈ കൃഷിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വരികയുണ്ടായി 125 ക്യാൻസർ രോഗികൾ മരിച്ച ക്യാൻസർ രോഗികൾ, അവരെ പറ്റി ഒരു ചാനൽ വരെയുണ്ടായി ഈ കൈനകരി പഞ്ചായത്തിലാണ്. അതുപോലെ തന്നെ അതിൽ കൂടുതൽ ആൾക്കാർ ക്യാൻസർ വെടിവെട്ടി ഇപ്പോഴും അവിടെ ജീവിക്കുകയാണ്. സാറേ, ഇത് 1965 ഈ കീടനാശിനി ഈ കുട്ടനാടൻ മേഖലയിൽ പ്രയോഗിക്കുമ്പോൾ ഇന്ന് ഈ അടുത്ത കാലത്താണ് മനുഷ്യൻ ചാകാൻ തുടങ്ങിയത്. അത് പ്രയോഗിച്ച ആ നിമിഷം തന്നെ തവളകൾ, മത്സ്യങ്ങൾ, സകലവിധ ജീവജാലങ്ങളും ആ പാടശേഖരങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുഴകളിൽ, കായലിൽ ചത്തൊടുങ്ങി. അപ്പം ഇതിൻ്റെ പ്രധാന വരുമാന മാർഗമായ ആ ജനതയുടെ വരുമാന മാർഗമായ മത്സ്യസമ്പത്തിനെയാണ് ഈ ഗ്രീൻ റവല്യൂഷനിലൂടെ കൊണ്ടുവന്ന ഈ കീടനാശിനിയുടെ പ്രയോഗം. ഇപ്പോഴാണ് മത്സ്യം ചാകാൻ തുടങ്ങിയത്. അന്നേ ചത്ത് മത്സ്യ ജീവജാലങ്ങളെല്ലാം. അതുപോലെ തന്നെ ഈ കൃഷിക്ക് വേണ്ടി കൊണ്ട് തണ്ണീർമുക്കം ബണ്ട് സാറേ 1975 എക്സ്ക്യൂസ് മീ 429 ടൺ ഒരു ചെറിയ നിർദ്ദേശമുണ്ട്. ഇതിന് ഈ വെള്ളപ്പൊക്കത്തിനും ഈ ചെറിയ നിർദ്ദേശമുണ്ട്. അദ്ദേഹത്തിന് കൂടിയാണ് നമ്മൾ ആരും അറിയപ്പെടാതെ പോകുന്നുണ്ട്. കൈക്കോ എന്ന് പറഞ്ഞ് ഈ കാർഷിക ഗവേഷണ മറുപടി പറയും. 429 ടൺ ആറ്റുകൊച്ചി 1975 ഉൽപ്പാദനം ഉണ്ടായിരുന്നു. ഈ തണ്ണീർമുക്കം ബണ്ട് വന്നതിന് ശേഷം അടുത്ത വർഷം 29 ടണ്ണായി കുറഞ്ഞു. പൽമോഹൻ സാറിന് ആ വിവരങ്ങളെല്ലാം അറിയാം. അപ്പോൾ 40 കോടി രൂപ ഒറ്റയടിക്കില്ലാതായി അടുത്ത വർഷം. മത്സ്യമേഖലയുടെ നഷ്ടം നിസ്സാരമാണോ? എത്ര മത്സ്യങ്ങളാണ് ചത്തൊടുങ്ങിയത്? ഈ മത്സ്യമേഖലയ്ക്ക് വേണ്ടി അഡാക്കിന് വേണ്ടി 1 കോടി രൂപ. പൽമോഹൻ സാറ് ഒരു നെല്ലും ഒരു മീനും, കേജ് കൾച്ചർ, അതുപോലെ തന്നെ പെൻ കൾച്ചർ, നിരവധി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് കൃഷി 25 വർഷമായി കൃഷി നടത്താത്ത റാണി കായലിൽ, ചിത്തിരക്കായലിൽ ഈ ശ്രാവൺ ഫയൽ സമ്പ്രദായം നടപ്പിലാക്കി. എന്തിനാണ്? കോടിക്കണക്കിന് രൂപയാണ് ഒരു പ്രയോജനമില്ലാതെ മാറ്റിവെച്ചത്. ഈ മത്സ്യമേഖലക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇതിന് പരിഹാരം ഉണ്ടാകണം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിന് അവാർഡ് വാങ്ങിക്കൂട്ടാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാൻ ഏത് ശാസ്ത്രജ്ഞനാ വന്ന് ഉത്തരവാദിത്തം എടുക്കുക? ഒരൊറ്റ ഉദാഹരണം പറയാം. എൻഡോസൾഫാൻ്റെ ഇഷ്യൂ. എങ്ങനെ എൻഡോസൾഫാൻ അവിടെ ശരിയാണ്, അശാസ്ത്രീയമായ അവിടുത്തെ കീടനാശിനി പ്രയോഗമാണ് അവിടെ നടന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. ഈ ശാസ്ത്രീയത പറയുമ്പോൾ കൃത്യമായിട്ട് അത് നടപ്പിലാക്കണം. ഇവിടെ ഇപ്പം സംസാരിക്കുന്ന ഇതിൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പൂർണ്ണമായും ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇത് എങ്ങനെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയും എന്ന് വിഭാവനം ചെയ്തുകൊണ്ട് ഇത് ഡിസൈൻ ചെയ്യണം. അല്ലാതെ ഡിസൈൻ ഒരു വശത്ത് നടക്കും, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വേറൊരു വശത്ത് എങ്ങനെയോ നടക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ്, ഇത് ഈ ഒരു കുട്ടനാട് പാക്കേജ് ഉണ്ടാവുന്നതിൻ്റെ ഒപ്പം തന്നെ 31 ഡിസ്ട്രിക്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. വിദർഭ പാക്കേജിൻ്റെ ഫലമായി ആന്ധ്രാപ്രദേശ്, കേരള, കർണാടക, മഹാരാഷ്ട്ര. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വന്നാണ് കുട്ടനാട് പാക്കേജും ഇടുക്കി പാക്കേജും. ഈ വിദർഭ പാക്കേജിൽ വേറെ 3 ജില്ലകൾ ഉൾപ്പെടുന്നുണ്ട് കേരളത്തിൽ: കാസർഗോഡ്, വയനാട്, പാലക്കാട്. അതിൽ കാസർഗോഡ് വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ്, ചേരിപ്പാടി വാട്ടർഷെഡ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ എന്താ നടന്നത്? അവിടെ ഒരാളും ഇതുപോലെ ഇരുന്നിട്ട് എന്താ പറയുക, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ശരിയല്ല, സോഷ്യോ ഓഡിറ്റിങ്ങിൽ ഒറ്റ മനുഷ്യനും പറഞ്ഞില്ല. എന്താ കാരണം? ഓരോ കർഷകൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് സർവേ എടുത്ത് റിപ്പോർട്ട് എഴുതി അത് നബാർഡിന് അയച്ച് അവിടുത്തെ ആൾ ഇവിടെ വന്ന് ആ കർഷകനോട് ചോദിച്ചു ഇതൊക്കെ ശരിയാണെന്ന് ചോദിച്ചിട്ട് അത് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത്. 3 വർഷം. ആദ്യം കപ്പാസിറ്റി ബിൽഡിംഗ് ഫേസ് ഉണ്ടായിരുന്നു. ഒരു നാനോ വാട്ടർഷെഡ് എടുത്തിട്ട് ആ വാട്ടർഷെഡിൽ ഈ ഏൽപ്പിക്കുന്ന എൻജിഒയ്ക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് തെളിയിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലേക്ക് പോയത്. 85 ലക്ഷം രൂപ മാത്രമേ ചേരിപ്പാടി വാട്ടർഷെഡിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ട്രൗട്ടിന്, കഴിഞ്ഞ വരൾച്ചയിൽ ഒരടി വെള്ളം അതിന് മുമ്പലത്തെ ഇതിനേക്കാളും കൂടുതൽ അവർക്ക് ഉണ്ടായിരുന്നു.
അതാണ് നമ്മുടെ മെഷർമെന്റിൽ സംഭവിച്ചത്. ഇവിടെ ഒരാളും ഇതിന്റെ ഇതെടുക്കുന്നില്ല, ക്രെഡിറ്റ് എടുക്കുന്നില്ല.